ആപ്കി അദാലത്തിൽ ഇലക്ഷൻ എക്സ്പെർട്ട് പ്രശാന്ത് കിഷോറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. പ്രശാന്ത് സർ, ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം താങ്കളുടെ അസസ്മെന്റ് എങ്ങനെ തെറ്റായി പോയെന്നാണ്. അതായത് 40-50 സീറ്റ് എങ്ങനെ കുറഞ്ഞു പോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശാന്ത് കിഷോർ സാറിനെ ഞാൻ വിശ്വസിച്ചു പോയത്. അതുകൊണ്ട് ജനങ്ങൾ താങ്കളെ ആപ്കി അദാലത്തിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അതിനാണ് വിളിച്ചത്. താങ്കൾ തന്നെ പറയൂ. അത് ശരിയായ കാര്യമാണ്. ശരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ വലിയൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. മോദിജി നാടിന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ ജനങ്ങൾ ഉറപ്പായും അതിനെപ്പറ്റി ചോദിക്കും. അതിനെക്കുറിച്ച് എന്റെ അസസ്മെന്റ് എന്താന്ന് വെച്ചാൽ, ഞാൻ 5-6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തീരുമാനം എന്താണെങ്കിലും ശരി, അത് മോറലെസ് ആണെങ്കിലും BJP ഉറപ്പായിട്ടും തിരിച്ചു വരും. ഇന്ത്യ മുന്നണി കൂട്ടവും പറഞ്ഞത് മോദിജി തന്നെ തിരിച്ചു വരുമെന്നാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം, തുടക്കം മുതൽക്കേ BJPയുടെ വോട്ട് ഷെയർ എന്തുമാത്രമുണ്ടോ മോറോർലെസ് അത് അങ്ങനെ തന്നെ ഉണ്ടാവും, കൂടുകയുള്ളൂ, അത് കുറയുകയില്ല. അതായത് തിരഞ്ഞെടുപ്പിന്റെ തീരുമാനം വന്നപ്പോൾ അതിൽ 36% വോട്ടുകൾ സ്ഥിരമായിരുന്നു. 0.7% പോയ ഇലക്ഷനെക്കാട്ടിലും കുറവായിരുന്നു 2019 വെച്ച് നോക്കുമ്പോൾ. മൂന്നാമത്തെ കാര്യം, അവർക്ക് 300 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 240 ലഭിച്ചുള്ളൂ. എന്റെ കണക്കൂട്ടൽ ചെറുതായിട്ടൊന്ന് തെറ്റി. നാലാമതായി ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനറലായിട്ട് നാട് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്, മോദിജിയുടെ സപ്പോർട്ട് ഇന്ത്യൻ സിറ്റിയിൽ കുറഞ്ഞുപോയി എന്നത് വളരെ വിസിബിൾ ആയിരുന്നു. ഡേറ്റയിലും വ്യൂവർഷിപ്പിലും ഏത് ഇന്ത്യൻ സിറ്റിയിലാണോ ഞങ്ങൾ 2014-ലും 2019-ലൊക്കെ നോക്കിയിരുന്നത്, അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരുടെ ഭരണമാണെങ്കിലും മോദിജി എത്ര MPമാരോടൊപ്പം ഭരണം നടത്തിയാലും സർക്കാർ ഉണ്ടാക്കിയതിനു ശേഷം മൂന്നാമത്തെ ടേണിൽ മോദിജി ആദ്യത്തെ രണ്ടാമത്തെ വരിയിൽ നോക്കുമ്പോൾ ബലഹീനായ ഒരു പ്രധാനമന്ത്രിയായിരിക്കുന്നു. നാട്ടില് താഴേക്കിടയിലുള്ള ആൾക്കാരെടുത്തത് റൂറൽ ഡിസ്ട്രസ്, കൃഷിക്കാർക്കത് പ്രശ്നമായി. റൂറൽ ഡിസ്ട്രസും ഡ്രോയിങ് ഇനിക്വാലിറ്റിയും അത് വളരെ വലിയ പ്രശ്നമായി മാറും. അതോടൊപ്പം അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം, അത് BJPക്കും സംഘത്തിന്റെ നേതാവിനും വളരെ വലിയൊരു വെല്ലുവിളിയായിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് നമ്പേഴ്സ്. ഞാൻ പറഞ്ഞ ഈ 6 കാര്യങ്ങളിൽ ഒന്ന് മാത്രം തെറ്റിപ്പോയി. അതിൽ ആൾക്കാർ ശ്രദ്ധ കൊടുത്തു, അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ അവർക്ക് 300 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷെ കിട്ടിയത് 240. സ്ട്രാറ്റജിക്കലി 3-4 പോയിന്റുകൾ തെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ 10% എന്നുള്ളത് തെറ്റായ തീരുമാനമാണ്. അത് തീർച്ചയായും എന്റെ തെറ്റാണ്. എന്റെ സംശയം ഏകദേശം ശരി തന്നെയായിരുന്നു, അനാലിസിസും ശരിയായിരുന്നു. പക്ഷേ 300 സീറ്റുകൾ ഉറപ്പായും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കിട്ടിയത് 240 മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാൻ അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ നമ്മളാരും ദൈവങ്ങളൊന്നും അല്ലല്ലോ. അതായത് ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് 100% ശരിയായി ലോകത്തിൽ ചെയ്യുന്ന ഒരാൾ പോലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നെപ്പറ്റി ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ BJPയെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു, പബ്ലിക്കിനെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നു, ഇങ്ങനെ കുറെ ആൾക്കാർ പറയാറുണ്ട്. ഇതേ ആളുകൾ തന്നെയാണ് ബംഗാളില് BJPക്ക് 100 സീറ്റ് താഴെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചിയർ ലീഡേഴ്സൊക്കെ കൈകൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ BJPക്ക് 100 സീറ്റിനേക്കാളും താഴെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. BJP ചിലപ്പോൾ 15 സീറ്റ് കിട്ടാം, അല്ലെങ്കിൽ 90 സീറ്റ് കിട്ടാം. പക്ഷെ 77 കിട്ടി. ഈ സ്റ്റാറ്റിസ്റ്റിക്സും പരിഗണിക്കണമല്ലോ. അതെന്തായാലും എന്റെ തെറ്റാണ്. ഞാൻ കുറച്ചുകൂടി എന്റെ അസസ്മെന്റ് ബെറ്റർ ആക്കേണ്ടതായിരുന്നു. താങ്കൾക്ക് മാത്രമേ തെറ്റ് സംഭവിച്ചുള്ളൂ, അതോ മറ്റുള്ളവർക്കും തെറ്റ് സംഭവിച്ചു? ഇപ്പോൾ തെറ്റുകൾ ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അടുത്ത് എന്ത് ഡേറ്റയാണോ വരുന്നത് അത് നിങ്ങൾ അനലൈസ് ചെയ്യും. അതിന്റെ വളരെ പവർഫുള്ളായ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ, വിലയിടുമ്പോഴും സർവേ നടത്തുമ്പോഴും ദർ ഈസ് സംതിങ് കോൾഡ് ഫിയർ ഫാക്ടർ. മറ്റൊരു ഭാഗം നോക്കുകയാണെങ്കിൽ ജനങ്ങൾ തെറ്റ് പറയാറുണ്ട്. അവർ വോട്ട് മറ്റൊരാൾക്ക് ചെയ്യാറുണ്ട്. പേടികൊണ്ട് അവർക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ, BJPയുടെ ഡേറ്റ കളക്ടർ ആളാണെന്ന് പറഞ്ഞാൽ പലതവണ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, സെഫോളജിസ്റ്റ്, അതുപോലെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആൾ, അയാളുടെ ഭാഗത്തു നിന്ന് ഞാൻ ഫോർത്ത് പേഴ്സൺ അല്ല. പക്ഷേ ഈ തെറ്റ് എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ഇത് പലതവണയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഈ ഫിയർ ഫാക്ടർ ഇലക്ഷൻ സമയത്ത് യൂസ് ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ഫിയർ ഫാക്ടർ ആയിരുന്നിരിക്കണം. മറ്റൊരു പെർസെപ്ഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, കാറ്റ് വീശുന്ന ദിശയിൽ മോഡിജി വരികയാണെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തത് അവരുടെ മനസ്സിൽ പറയും, യോഗ്യതയുള്ളവൻ ആരാണ്, മോദിജിക്ക് പകരമായിട്ട് ആർക്കാണ് മറ്റൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുക. അങ്ങനെ അവർ ചിന്തിച്ച് ചിലരൊക്കെ ഇങ്ങനെയായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാ, നിങ്ങൾ എഴുതി വെച്ചോളൂ, ജൂൺ 4-ാം തീയതി മോദി പ്രധാനമന്ത്രി ആകില്ലെന്ന്. അല്ല, അത് നോക്കുകയാണെങ്കിൽ അതും ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഡിസിഷൻ പോലെ 6 പോയിന്റിലെ 5ഉം ശരിയായിരുന്നു. ഒന്നൊഴികെ ഞാൻ 10 പോയിന്റിൽ ഓഫായി. നിങ്ങളിപ്പോ ആരെക്കുറിച്ചാണോ പറയുന്നത്? എപ്പോഴും പ്രശാന്ത് കിഷോർ തെറ്റുകൾ പറയുന്നു. ആ തെറ്റുകൾ ഇപ്പോഴും സംഭവിക്കാറുണ്ട്. ഞാൻ എന്റെ റെക്കോർഡ് പറയല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഞാനാണ് പ്രധാനമന്ത്രി ആകുന്നത്, മോഡിജി ആവില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ BJPക്ക് ആകെ കിട്ടാൻ പോകുന്നത് 150 സീറ്റുകളാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ
ഒബ്ജക്റ്റീവ്ലി അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 270-300 കിട്ടുമെന്ന് പറഞ്ഞിട്ട് 240 കിട്ടിയത്. വേറെ ചിലർ 150 പറഞ്ഞു, കിട്ടിയത് 240. ഹു വാസ് ക്ലോസ് ടു ദ റിയാലിറ്റി. ബട്ട് ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു അപ്മാൻഷിപ്പ് ഒന്നുമല്ല, ഓരോരുത്തരുടെ സ്വന്തം കണക്കൂട്ടലാണ്. എനിക്കിത് അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ 300 കിട്ടുമെന്ന് കരുതി, പക്ഷേ അത് കിട്ടിയില്ല. പക്ഷേ ഓവറോൾ അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ അത് ഇലക്ഷന് മുമ്പേ ഉള്ളതല്ല. കഴിഞ്ഞ 5 വർഷമായി ഞാൻ എന്തുമാത്രം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. മോഡിജിയുടെ സപ്പോർട്ട് ഇന്ത്യൻ സിറ്റിയിൽ വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ട്. അല്ല, അസസ്മെന്റിലൊക്കെ കുറ്റങ്ങൾ സംഭവിക്കാം. പക്ഷേ താങ്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. എല്ലാ ഉള്ളുകളികളും നന്നായിട്ട് അറിയാം. പിന്നെ എന്ത് സംഭവിച്ചെന്ന് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. 400 കടക്കുമെന്ന് പറഞ്ഞാൽ അതാണോ എല്ലാത്തിനും കാരണം? ഇപ്പോ നമുക്ക് 2-3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഒന്ന്, ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ബ്രാൻഡ് ബോഡി. അതായത് ജനങ്ങൾക്കറിയാം ഈ ആൾ വളരെ പോപ്പുലർ ആണെന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ നല്ല ദേഷ്യത്തിലാണ്, എങ്കിലും വോട്ടുകളൊക്കെ മോദിജിയുടെ അക്കൗണ്ടിൽ തനിയെ വന്ന് ചേരും. പക്ഷേ എന്തോ ഒരു കാര്യമാണ് 2019 നടന്നത്. ഇലക്ഷനിൽ തോറ്റുപോയ പല ആളുകൾ ടൈറ്റ് ബാറ്റിലാണ് ഉണ്ടായിരുന്നത്. പുൽവാമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് വളരെ വലിയ വിജയം ലഭിച്ചു. പക്ഷെ ആളുകളുടെ മനസ്സിൽ ദാറ്റ് വാസ് പ്ലേയിങ്. ഇപ്പൊ ഞാൻ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ജനങ്ങൾ നല്ല ദേഷ്യത്തിലാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ഞാൻ ചിന്തിക്കുന്നത് വഴക്ക് പറയുന്നവർ വഴക്ക് പറയട്ടെ, ദേഷ്യപ്പെടുന്നവർ ദേഷ്യപ്പെടട്ടെ, അവസാനം മോദിജിക്ക് തന്നെ വോട്ട് ചെയ്യും. ഇങ്ങനെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ മോഡി ഐ വുഡ് സേ വൺ ഓഫ് ദ മേജർ ഫാക്ടർ. രണ്ടാമത് ഈ ദേഷ്യം, 400 കടന്നതിന്റെ ആഘോഷം. ആ കണക്കൂട്ടലൊക്കെ ശരിയായിരുന്നു, പക്ഷെ തെറ്റിപ്പോയി. 400 കടന്നില്ല. അതെന്താണ്? ഓപ്പോസിഷൻ ആൾക്കാർ അത് കംപ്ലീറ്റ് ചെയ്തു. രാഷ്ട്രീയം മാറ്റുവാൻ വേണ്ടി അതേപോലെ ഒതുക്കിയിട്ട് നിന്നത്. ഇതും ഒരു പക്ഷേ വലിയൊരു അളവിൽ ഒരു ക്രെഡിറ്റ് നിങ്ങൾ ഓപ്പോസിഷൻ പാർട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ സ്ട്രാറ്റജിക്കോ അവരുടെ കമ്മ്യൂണിക്കേഷൻ വെച്ച് നോക്കിയാൽ ഒരു കാര്യമാണ് ശരിയായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ 400 എന്ന ശബ്ദത്തെ സർക്കാർ ഉണ്ടാക്കാനും ലോ ക്ലാസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. സർക്കാർ ഉണ്ടാക്കുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് മാറ്റിവെച്ചത്. അത് സമൂഹത്തിലെ ഹൈ ക്ലാസിന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള ഇടം നമ്മൾ കൊടുക്കണം. പക്ഷെ അത് എന്തുമാത്രം അളവിൽ കൊടുക്കണം എന്നുള്ളത് അത് ഈ ക്യാമ്പയിൻ ഒരു 400 കടക്കുകയാണെങ്കിൽ റിസർവേഷൻ നഷ്ടപ്പെടും, ഭരണഘടന ഇല്ലാതെയാകും, ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞതെല്ലാം ഇല്ലാതെയാകും. ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു, വളരെ കൂടുതലായിരുന്നു. അതിനെക്കുറിച്ച് ഒരു എതിർ പാർട്ടിയും വളരെ വലിയ ക്യാമ്പയിൻ ഒന്നും നടത്തിയായിട്ട് എനിക്കറിയില്ല. 400 എന്ന വാക്ക് അവർ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോ BJPയുടെ ചില നേതാക്കൾ അവര് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമുക്കും ഉറപ്പായിട്ട് 400 കിട്ടണം, രാഷ്ട്രീയ നിയമമായി മാറ്റണം, പുതിയ നിയമം ഉണ്ടാക്കണം, വിത്തൗട്ട് റിയലൈസി. അങ്ങനെ അവർ തെറ്റ് ചെയ്തു. ഓപ്പോസിഷൻ പാർട്ടി അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അതായത് കൗണ്ടർ നോക്കുകയാണെങ്കിൽ ആ പ്രാവശ്യം മോദിജിയുടെ സ്പീച്ച് എല്ലാം എങ്ങനെയായിരുന്നു വെച്ചാൽ മുസ്ലിം, മട്ടൻ, മുജ്ര, മാംഗല്യസൂത്രം ഇതെല്ലാം തിരികെ കയറ്റി. അതെന്താണെന്ന് നോക്കിയാൽ പ്രൈം മിനിസ്റ്റർ രാജസ്ഥാനിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് അതിന് തുടക്കത്തിൽ തന്നെ ആ സമയത്ത് BJPയുടെ കോർ സപ്പോർട്ടായിരുന്ന ആൾക്കാർ, അതായത് മോഡിജിയുടെ ഫാൻ, മോഡിജിയുടെ വോട്ടേഴ്സ് ആയിരിക്കുന്ന ആൾക്കാർ, അവർക്കും പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതൊരു പ്രധാനമന്ത്രി പറയേണ്ട വാക്കുകളല്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ പഴയ ഒരു ശൈലിയായിരുന്നു. അതോടൊപ്പം അദ്ദേഹം 10 വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ചിത്രങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതുമായിട്ട് ഇത് മാച്ച് ആവില്ല. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കേരള ഗാൽവനൈസ് ചെയ്യുന്നത് വിട്ടിട്ട് ഇനിയും ഡിസപ്പോയിന്റ്മെന്റ് ചെയ്ത് പലയിടങ്ങളിൽ അത് വളരെ പാനിക്കായി മാറി. ജനങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെയൊരു സംസാരം ഉണ്ടായി, ഇദ്ദേഹം തോറ്റുപോകും, ബാക്ക് ഫുട്ടിലാണുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഉത്തർപ്രദേശിലാണ് കൂടുതൽ ക്ഷതം സംഭവിച്ചത്. അവിടെയാണ് കൂടുതൽ അളവിൽ പ്രതീക്ഷിച്ചത്. സോ എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാ അമിത് ഷായ്ക്കും യോഗി ആദിത്യനാഥിനും എന്തോ പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. താങ്കൾ പറഞ്ഞതുപോലെ അതൊരു വലിയ തർക്കമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അതൊരു വൈഡർ പ്രോസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളോട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2009 ഇലക്ഷൻ നടന്ന കാര്യമാണ്. ഈ മോദിജി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു പുതിയ മുഖമായിട്ട് മോദിജി ഉയർന്നു വന്നു. അപ്പോ അദ്വാനിയായിരുന്നു BJP ലീഡറായിരുന്നത്. ആ സമയത്ത് BJP ഗുജറാത്തിൽ 2009 ഇലക്ഷന് വലിയ വിജയമൊന്നും നേടിയിരുന്നില്ല. അതിനുശേഷം 2011 അവരുടെ പ്രവൃത്തി തുടങ്ങിയപ്പോ ഗുജറാത്തിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യാൻ തുടങ്ങി. 2009 മോഡിജി ക്യാമ്പയിനിങ്ങിൽ ഇൻചാർജ് ആയിരുന്നു. അദ്വാനിയാണ് പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് വിജയം ലഭിച്ചില്ല? അപ്പോ മോഡിജി ക്യാമ്പയിനിങ്ങിൽ വന്ന് സപ്പോർട്ടൈസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ജനങ്ങളെയും അവർ സപ്പോർട്ടൈസ് ചെയ്തില്ല. പക്ഷെ മോദിജിയുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു മൂലയിൽ അവർക്കും ഏതെങ്കിലും ഒരു കാര്യം തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഒരു പക്ഷെ അദ്വാനി ജയിക്കുകയാണെങ്കിൽ നമ്മളുടെ നേതാവ് മോദിജി അവിടെ ലക്ഷ്യം നേടാൻ ലേറ്റ് ആകുമെന്ന് അവർക്ക് തോന്നിയിരിക്കാം. അത് കാരണമായിരിക്കും UP ഇങ്ങനെ നടന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരുപാട് ആൾക്കാർക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ മോദിജിയും അമിത്ഷായും വലിയ വിജയത്തോടെ തിരിച്ചു വന്നാൽ അതിനുശേഷം യോഗിജിയുടെ സ്ഥാനത്തിന് കാര്യമായി എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം. ഇതുപോലുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ഗ്രാമത്തിൽ അരവിന്ദ് കെജ്രിവാൾ പബ്ലിക്കായിട്ട് പറഞ്ഞത്. അതെ, ഇതേ കാര്യം അരവിന്ദ് കെജ്രിവാൾ പബ്ലിക്കായിട്ട് പറഞ്ഞിരുന്നു. രാഷ്ട്രീയപരമായി അത് വളരെയധികം ചലനം ഉണ്ടാക്കിയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ബീഹാറിൽ ജനിച്ച ആളാണ്.
എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, പ്രശാന്ത് സാർ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ആളല്ലേ എന്ന്. ഞങ്ങളുടെ കാര്യം ചോദിക്കട്ടെ, 400 സീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ യോഗിജിയെ തൂക്കി എറിയുമെന്ന്. ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന്, അതായത് യോഗിജി നേരിട്ട് പോയിട്ട് BJPയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിക്കണമെന്ന് ഒരിക്കലും പറയില്ല. എനിക്കതൊന്നും അറിയില്ല, ഞാനതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ പബ്ലിക്കിനിടയിൽ ഈ കാര്യം സംസാരിക്കാൻ സാധ്യതയുണ്ട്. യോഗിയുടെ സപ്പോർട്ടേഴ്സ് ഒരുപക്ഷെ വലിയ വിജയത്തോടെ, ശക്തമായ വിജയത്തോടെ മോഡിയും അമിത്ഷയും തിരിച്ചു വരികയാണെങ്കിൽ യോഗിജി നമ്മുടെ ലീഡർക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ വലിയൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അയോധ്യയിലെ സീറ്റ്. അവിടെയാണ് രാമക്ഷേത്രം നിർമ്മിച്ചത്, രാജ്യത്ത് വലിയൊരു അലതന സൃഷ്ടിച്ചു. അവിടെയാണ് BJPയുടെ കാൻഡിഡേറ്റ് തോറ്റുപോയത്. നിങ്ങളെന്നെ കണ്ടില്ല, അയോധ്യയിൽ ഒരു സീറ്റും ഇല്ല. അത് അവിടുത്തെ ആളുകളുടെ തീരുമാനമാണ്. അയോധ്യയിൽ നിന്ന് ഒരു സീറ്റും കിട്ടിയില്ല. അതു പിന്നെ സീറ്റ് എന്ന് പറയുമ്പോൾ ഫരീദാബാദാണ്. അയോധ്യ അവിടെയുണ്ട്. അത് സിംബോളിക്കായ വലിയൊരു സെറ്റ് ബാക്ക് ആണെന്ന് പറയാം. അതാണ് കാര്യം. അവിടുത്തെ കാൻഡിഡേറ്റ് ലല്ലു സിംഗ് ആണ്. ഹി വാസ് ദ ഫസ്റ്റ് വൺ ടു സേ 400 വന്ന രാഷ്ട്രീയ നിയമങ്ങൾ തന്നെ മാറുമെന്ന്. ഹി വാസ് ദ വൺ ഓഫ് ദ ഫസ്റ്റ് ലീഡേഴ്സ് ഹു വെന്റ് പബ്ലിക്. അദ്ദേഹം പറഞ്ഞത് 400 സീറ്റ് എന്തിനാ വേണമെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ നിയമങ്ങൾ മാറും, അദ്ദേഹത്തിനെതിരായി മത്സരിക്കുന്നവർ ആദിവാസി സമൂഹങ്ങൾ, ആദ്യം മുതൽ തന്നെ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഫലം ലഭിച്ചത്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റുകൾ, കാര്യങ്ങളിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരും. സമൂഹത്തിന്റെ പകുതി അത് നന്നായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. വിനോദ് മേത്ത, പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിനടുത്ത് ഞാൻ ഒരിക്കൽ ചോദിച്ചു, അതായത് സഞ്ജയ് ഗാന്ധിയുടെ കാലത്ത് ഇങ്ങനെ ഈ സ്ലംസ് ഒക്കെ പോകുമ്പോൾ ഫീഡ്ബാക്കുകളൊന്നും ഉണ്ടാവാറില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം അവരെ ബാധിക്കും. അതിന് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ സ്ലമ്മിൽ നിന്ന് മാറ്റി ഒരു നല്ല സ്ഥലത്തേക്കാണല്ലോ പാർപ്പിക്കുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അയോധ്യയിൽ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുടിയൊഴിപ്പിച്ചാൽ, അവരെ ഷിഫ്റ്റ് ചെയ്താൽ അതിപ്പോ ഒരു ട്രാൻസിഷണൽ ഫേസ് ആണ്. അതിപ്പോ ആർക്കാണ് നഷ്ടം സംഭവിച്ചത് നേരത്തെ നടന്നിട്ടുള്ളതാണ്. നിങ്ങൾ ക്ഷേത്രം ഉണ്ടാക്കിയതുകൊണ്ട് 10,000 പേരുടെ ജീവിത വ്യവസ്ഥിതിയെയും അല്ലെങ്കിൽ വീടുകൾ നഷ്ടപ്പെടുന്നത് ഒരു വലിയ സംഭവം തന്നെയാണല്ലോ. അപ്പോൾ അഖിലേഷ് യാദവ് ജാതിയുടെ അടിസ്ഥാനത്തിൽ നഗരത്തിനെ രണ്ടാക്കിയത് ശരിയെന്നാണോ താങ്കളുടെ അഭിപ്രായം? ജനറൽ സീറ്റിന് SC/STയോട് പ്രശ്നമുണ്ടായിരുന്നു. അല്ല, ഇതെപ്പോഴും നടക്കുന്നത് തന്നെയാണ്. ഈ സമാജ്വാദി പാർട്ടി, അതിൽ പ്രവർത്തിക്കുന്ന അനുയായികൾ കൂടുതലും സമുദായവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് ഉത്തർപ്രദേശിലെ ഈ സമാജ്വാദി പാർട്ടി എങ്ങനെയാണ് ഇവർ ഈ കണക്കൂട്ടലുകളൊക്കെ നടത്തുന്നത്, എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, പക്ഷെ തീരുമാനം കാണിക്കുന്നത് ഇതാണ്. അവർ വിജയം നേടിയിരിക്കുന്നു, അതിനവരെ പ്രശംസിച്ചേ മതിയാകൂ. ഏതോ നല്ല കാര്യം ചെയ്തുകൊണ്ടായിരിക്കും ഇത്ര നല്ല സീറ്റ് ലഭിച്ചത്. ഇലക്ഷന് മുൻപ് തന്നെ കേജ്രിവാളെയും ഹേമന്ത് സോറനെയും ജയിലിലിട്ടതുകൊണ്ട് ഒരുപക്ഷെ അതൊരു കാരണമായിരിക്കുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ജാർഖണ്ഡ് മൊത്തം ക്ലിയർ ആവുമല്ലോ. BJP രാജസ്ഥാനിലാണ് ഫെയിലായത്. BJPക്ക് മഹാരാഷ്ട്രയിലും സീറ്റ് പോയി. ഒരുപക്ഷെ ഹേമന്ത് സോറൻജിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് BJPക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിരുന്നെങ്കിൽ അത് തന്നെ ബീഹാറിലോ ജാർഖണ്ഡിലാണ് നടക്കേണ്ടത്. രാജസ്ഥാനിൽ അതിന് ശേഷമാണ് നടക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ റിസർവേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ബാബാ സാഹേബ് അംബേദ്കർ ഇതെല്ലാം വെച്ചൊരു നറേറ്റീവ് പോയി. പക്ഷേ ബീഹാറിനെ നോക്കുകയാണെങ്കിൽ ജാതി ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവിടെ എന്തുകൊണ്ടാണ് അതില്ല എന്ന് ചോദിച്ചാൽ, ബീഹാറിൽ എല്ലാറ്റിനേക്കാളും വളരെ കൂടുതലാണുള്ളത്. ഈ ലാലു ഫാക്ടർ, അതായത് ലാലു യാദവ് ഫാക്ടർ ഇല്ലേ, ലാലുജി ബീഹാറിന്റെ നേതാവ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹീസ് എ ഫിനോമിന. ബീഹാറില് മോഡിയുണ്ട്, നിതീഷുണ്ട്, എല്ലാവരും ഉണ്ട്, ജാതിയുണ്ട്. പക്ഷേ വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 25-30 വർഷമായിട്ട് ലാലു യാദവ് ഫിനോമിനയാണ്. ഒന്ന്, ബീഹാറിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും ലാലു യാദവിന് അനുകൂലമായേ വോട്ട് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായി വോട്ട് ചെയ്യും. അതെന്തായാലും ശരി, അവർക്കെതിരായിട്ടാണ് വോട്ട് ചെയ്യുക. ചില ആൾക്കാർ പറയാറുണ്ട് നിതീഷ് കുമാറിന് 12 സീറ്റ് കിട്ടി, റിവീലായി. അങ്ങനെയൊന്നും നടക്കില്ല. അവര് ലാലു യാദവിനെതിരായിട്ടാണ് മത്സരിച്ചത്. ലാലുവിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ജനങ്ങൾ ആ 15 വർഷത്തെ ഭരണം, നിങ്ങളും ഞാനും ഒരുമിച്ച് നാളെ പറ്റ്നയിലും ഡൽഹിയിലും നോയിഡയിലും അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ചുള്ള കരുത്ത് തെളിയിക്കണം. ഇമാജിൻ ചെയ്ത് നോക്കേ, സമൂഹം അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 15 വർഷമായിട്ട്. ഇപ്പൊ അവർക്കൊന്നും അറിയില്ല. അവർ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, എന്തായാലും ശരി ആ ഭരണം തിരിച്ചു വരാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് അവർ ലാലുവിന് വോട്ട് ചെയ്യാത്തത്. അതുതന്നെയാണ് ഈ ഏറ്റവും വലിയ ഉയർന്ന ഫാക്ടർ എന്ന് പറയുന്നത് ബീഹാറിന്റെ കോണ്ടെക്സില്. ഇപ്പോൾ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എന്റെ ചോദ്യം എന്താണെന്നാൽ 2024 ഇലക്ഷൻ തീരുന്നതിന് മുന്നേ നിങ്ങൾ എന്താ പറഞ്ഞിരുന്നെന്നാൽ, അതായത് കോൺഗ്രസ് 3 സീറ്റ്, അതായത് 3 ഫിഗേഴ്സിൽ വരില്ല എന്നായിരുന്നു. അത് എക്സാക്ട്ലി അങ്ങനെ തന്നെ നടന്നു. 99-ൽ അത് നിന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ മുന്നേ തന്നെ കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിയിരുന്നു എന്നാണോ? ഇല്ല, അത് പിന്നെ എന്റെ കോൺഗ്രസിനെ കുറിച്ചുള്ള കണക്കൂട്ടലുകൾ, കോൺഗ്രസ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. 100 വരില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് തീർച്ചയായും പറയാൻ പറ്റാത്തതാണ്. ഞാൻ നിങ്ങളോട് വേറെ രീതിയിലാണ് പറഞ്ഞത്. ഒരുപക്ഷെ 100 കിട്ടിയിരുന്നെങ്കിൽ ഐ വിൽ ബി ക്വൈറ്റ് സർപ്രൈസ്. കോൺഗ്രസിന് 99 സീറ്റ് ലഭിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിലും വലിയ വിജയം ഇന്നത്തെ കോൺടെസ്റ്റിലുള്ളതാണ്.
അതിൽ എനിക്ക് യാതൊരു ക്രെഡിറ്റും ഇല്ല. ഞാൻ ചിലപ്പോൾ കോൺഗ്രസിനെ തെറ്റായിട്ട് അസസ് ചെയ്ത് കാണും. റിവൈവൽ സേ ടു സേ. താങ്കൾ പറയുന്നത് കേട്ട രാഹുൽ ഗാന്ധിയുടെ റിവൈവൽ നടക്കുമെന്ന് തോന്നുന്നു. ഇല്ല, അതായത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ റിവൈവൽ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ അതിന് ഉറപ്പായിട്ടും ക്രെഡിറ്റ് ലഭിക്കേണ്ടതാണ്. ദാറ്റ് എക്സ്റ്റൈൻ രാഹുൽ ഗാന്ധി, അദ്ദേഹമാണല്ലോ കോൺഗ്രസിനെ നയിച്ചത്. അതിൽ അദ്ദേഹത്തിന് 99 സീറ്റ് ലഭിച്ചിരിക്കുന്നു. അതിന്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്കുള്ളതാണ്. അദ്ദേഹം അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ തോൽവി 1977. ആ സമയത്ത് കോൺഗ്രസിന് 154 സീറ്റ് കിട്ടിയത്, 154. രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 99 സീറ്റാണ് കിട്ടിയത്. ഇത് വെച്ച് നോക്കുമ്പോൾ ആസ് എ ലീഡർ രാഹുൽ ഗാന്ധി ഹാസ് മൈൽസ് ടു ഗോ ബിഫോർ ഹി റീച്ചസ് ദാറ്റ്. ആ സ്റ്റേറ്റിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കൺട്രിയിൽ ഇറ്റ് ഹാസ് അറൈവ്ഡ്. ബട്ട് യെസ്, കോൺഗ്രസ് ഒരു പാർട്ടി നിലയിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാളും കൂടുതലും ചെയ്തിരിക്കുന്നു, ഇൻക്ലൂഡിംഗ് മീ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ നമ്മൾ പ്രശംസിച്ചേ മതിയാകൂ. ഒരാൾ കൂടെ ചോദ്യം ചോദിക്കാം. ഭാവിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സർ? രാഹുൽ ഗാന്ധി സർ ഇന്ത്യയെ നേർവഴിയിലൂടെ നയിച്ച് പ്രധാനമന്ത്രിയാവുമെന്ന് കരുതുന്നുണ്ടോ സർ? കോൺഗ്രസിന് അദ്ദേഹം ലീഡർ തന്നെയാണ്. അതായത് ഈ ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പതിയാണ് വന്നതെങ്കിലും അദ്ദേഹം അത് നേടിയിരിക്കുന്നു. അടുത്ത 5 വർഷം മുതൽ 10 വർഷം വരെ രാഹുൽ ഗാന്ധി അല്ലാതെ വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയുമില്ല. പക്ഷേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് പറയാൻ പറ്റില്ല. ഇനിയും അതിനുള്ള കാലമുണ്ട്, ഒരുപാട് സമയമുണ്ട്. 99 ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ 250 260 എന്നുള്ളത് വേറെ കാര്യമാണ്.